സുരേഷ് ഗോപി എന്താടാ വീണ്ടും സുരേഷ് ഗോപി എന്ന് നിങ്ങൾ ചോദിക്കണ്ട. ഇതിപ്പോൾ മകളെ കല്യാണമായിട്ട് സുരേഷ് ഗോപിയും മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെയാണ് നാട്ടുകാർ പിടിച്ച് എയറിൽ കയറ്റാൻ നോക്കുന്നത്. ഇത് പക്ഷേ പ്യുവർ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പോസ്റ്റും ഒരു എയർ കയറ്റലും പോലെ എനിക്ക് പേഴ്സണലി തോന്നി. അല്ലാതെ ഇതിലധികം കൂടുതലായിട്ടൊന്നുമില്ല. ഓക്കെ, കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ ഒരൊറ്റ തള്ളിയിട്ട് സൈഡിലേക്ക് മാറ്റിയിട്ട് സുരേഷ് ഗോപിയുടെ ആ ഒരു വരവ് കണ്ടോ, അതൊരു ഒന്നൊന്നര വരവാ. ഇങ്ങനാണോ തൃശ്ശൂർ എടുക്കാൻ പോകുന്നത്? ഈ തള്ളി മാറ്റിയ നാട്ടുകാരെ കൂടിയല്ലേ നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള തൃശ്ശൂർക്കാരെ നിങ്ങൾ വോട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ തൃശ്ശൂർ എടുക്കുകയോ എടുക്കാതിരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, പക്ഷേങ്കിൽ മുന്നിൽ വരുന്ന ആളെ ഇതുപോലെ തള്ളി മാറ്റിയിട്ടാവരുത്. സുരേഷ് ഗോപി മകളുടെ കല്യാണ ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ തലേ ദിവസം രാത്രി സജ്ജീകരണങ്ങൾ എങ്ങനെയൊക്കെയുണ്ട്? കാരണം പ്രധാനമന്ത്രിയൊക്കെ വരുന്നതാണ്. സോ എല്ലാ കാര്യങ്ങളും പക്കയാണോ? പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ആളുകൾക്ക് വന്നു പോകാനുള്ള വഴി ആൻഡ് എല്ലാ കാര്യങ്ങളും നോക്കണം. സുരേഷ് ഗോപിൻ്റെ മകളതാണ്, അച്ഛനാണ്. സോ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണോ ഒരു കല്യാണ വീട്ടിലൊരു അച്ഛൻ നോക്കി നടന്ന് ചെയ്യുന്ന അതുപോലെ തന്നെ ചെയ്യണം. അതിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി വരുന്ന റെസ്പോൺസിബിലിറ്റിയും കൂടി ഇദ്ദേഹത്തിൻ്റെ തലയിലാണ്. അങ്ങനെയാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തി ഗുരുവായൂർ അമ്പലത്തിൽ അദ്ദേഹത്തിൻ്റെ മാനേജറും പി ഒക്കെയാണെന്ന് തോന്നുന്നുണ്ട്, അവരുടെ ഒപ്പമൊക്കെ നടന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന ഈ വീഡിയോ ഞാനും അന്ന് കണ്ടതാണ്. ആ ദിവസം തലേ ദിവസം ഈ വീഡിയോ കണ്ടതാണ്. ഓക്കെ, ഇപ്പോഴിത് വൻ രീതിയിൽ ആളെ തള്ളി മാറ്റി ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ല, അങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത് കേട്ടോ. പഴയ ബ്രാഹ്മണ്യ മാടമ്പിത്തരം ഓ മാറ്റമില്ലാതെ സുരേഷ് ഗോപി മുന്നിൽ കൂടി നടന്ന ഒരു മനുഷ്യനെ തള്ളി മാറ്റി അഹങ്കാരത്തോടെ നടന്നു പോകുന്ന സുരേഷ് ഗോപി തള്ളി മാറ്റപ്പെട്ട മനുഷ്യൻ അവിടെ നിന്നും മാറിപ്പോകുന്നതും കാണാം. തെറിച്ച് എയറിൽ എത്തിയേനെ എന്നാ കേട്ടത്. പിന്നെ കുറേ സ്മൈലി, ഇങ്ങനെ കുറേ പോസ്റ്റുകൾ ഇപ്പോൾ തള്ളിപ്പിടിച്ച് വരുന്നുണ്ടേ. ആക്ച്വലി ഇതിൻ്റെ ഒറിജിനൽ പോസ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്ക് ചാനലിൽ, ഇവരുടെ യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ഉണ്ട്. അത് ഞാനെടുത്ത് കമ്മ്യൂണിറ്റിയിടാം. ഇത് മകളുടെ കല്യാണ തലേന്ന് ഓടി നടന്ന് കാര്യങ്ങൾ നോക്കി സുരേഷ് ഏട്ടൻ എന്ന് പറഞ്ഞ വീഡിയോ ആണ്. 2.6 മില്യൺ വ്യൂസ് ഉണ്ട്, 8000 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, 464 ഷെയർ ഉണ്ട് ഈ വീഡിയോയ്ക്ക്. അപ്പോൾ ഈ വീഡിയോ എത്ര പേര് കണ്ട വീഡിയോ ആണ്? ഓക്കെ, ഈ വീഡിയോയിലെ ഒരു പോർഷനാണ് ഈ ഫേസ്ബുക്കിലോ അവിടെ ഇവിടെയൊക്കെ വരി തട്ടി മാറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ യഥാർത്ഥ വീഡിയോ ഞാൻ ഇവിടെ കുറച്ച് പ്ലേ ചെയ്യാം. ഇത്രയാണ് സംഭവിച്ചത്. അതായത് സുരേഷ് ഗോപി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മണ്ഡപത്തിൻ്റെ അവിടെ പോയി, സൈഡിലുള്ള പോലീസുകാരുടെ അവിടെ പോയി ചോദിക്കുന്നു. ഇങ്ങനെ എല്ലാവരോടും പോയി ചോദിച്ച് തിരിച്ച് നടന്ന് വരുമ്പോൾ മൂപ്പർക്ക് നടക്കാൻ വയ്യ. കാലുമത്ത ആ നഖത്തിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, നടക്കാൻ വയ്യാതെ ഫ്രണ്ടിൽ പോകുന്ന ആളുടെ ദേഹത്ത് കൈ വെച്ച് മുന്നോട്ട് പോകുമ്പോൾ സൈഡിൽ നിന്നൊരു വ്യക്തി ചാടി കയറി വന്ന് സെൽഫി എടുക്കാൻ നോക്കി. നിങ്ങളൊന്ന് ആലോചിക്കണം, സെൽഫി എടുക്കാൻ സമയവും കാലമൊന്നുമില്ല, ഓടി വന്ന് സെൽഫി എടുക്കാൻ നോക്കുകയാണ്. മൂപ്പരെ വയ്യാതെ മുന്നിലിരിക്കുന്ന ആളെ തോളത്ത് കൈ വെച്ച് പോകുമ്പോൾ മൂപ്പരെ മുന്നിൽ ചാടി കയറി നിന്നിട്ട് സെൽഫി എടുക്കാൻ നോക്കി. ഇനി തട്ടിത്തടഞ്ഞ് താഴെ വീഴാനോ അല്ലാതെ ഈ സാഹചര്യം നോക്കണ്ടേ? ഇത് ഞാൻ ക്ലിയർ ആയിട്ട് ഓർക്കുന്നുണ്ട്. ഒരു വീഡിയോ കൂടി ഉണ്ട്, ആ വീഡിയോ ആർക്കെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഇൻസ്റ്റയിൽ അയച്ചു തരണം. എൻ്റെ നിന്ന് മിസ്സായിപ്പോയി ആ വീഡിയോ ലിങ്ക്. ഒരു വീഡിയോനകത്ത് ഒരു അയ്യപ്പൻ മലയ്ക്ക് മാലട്ട സ്വാമി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഒരു സെൽഫി എടുക്കുന്നത് നോക്കുമ്പോൾ സുരേഷ് ഗോപി പറയുന്നത് സ്വാമി ഇപ്പോൾ വേണ്ട, ഞാൻ തിരക്കിലാണെന്ന് പറഞ്ഞിട്ട് വളരെ റെസ്പെക്ട്ഫുള്ളായിട്ട് ആ വ്യക്തിയോട് പറഞ്ഞിട്ട് അദ്ദേഹം മാറിപ്പോകുന്നുണ്ട്. കഴിഞ്ഞിട്ടാണ് ഇപ്പുറത്തെ സൈഡിൽ കൂടി വേറൊരു വ്യക്തി വന്ന് നിന്ന് ഈ ചാടിക്കയറി സെൽഫി എടുക്കാൻ നോക്കുന്നത്. അപ്പം മകളെ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളും അവിടുത്തെ സെക്യൂരിറ്റിയും ചെക്ക് ചെയ്യാൻ രാത്രി വന്ന് നടന്ന് സ്വയം വയ്യാതെ മുന്നിൽ പോകുന്ന ആളുടെ തോളത്തും കൈ വെച്ച് പോകുന്ന ഒരാളുടെ മുന്നിൽ ചാടി കയറി നിന്ന് സെൽഫി എടുക്കുക. പ്രൈവസി വേണമേ, പ്രൈവസി. നിങ്ങളത് ആലോചിക്കുക, അത് വേണ്ടേ? അത് ആവശ്യം തന്നെ അല്ലേ ഒരു മനുഷ്യന്? ഇനി അല്ല സെൽഫി എടുക്കാൻ പോകും, പെർമിഷൻ ചോദിച്ചു പോയാൽ പോര്. അപ്പോൾ അതിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നെക്സ്റ്റ് ടൈം. അല്ലാതെ കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ കയറി സെൽഫി അടിച്ചിട്ട് പോരാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും?
അപ്പം പിന്നെ തള്ളി മാറ്റാൻ വേറെ ഇവർ തള്ളി മാറ്റുന്നത് മാത്രം വലിയ പ്രശ്നമാണ്. ഇവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ച് കയറി ഇങ്ങനെ സെൽഫി എടുക്കാൻ പോണത് വിഷയമല്ല അല്ലേ. ഈ പോസ്റ്റ് വളച്ചൊടിച്ച് സെൽഫി എടുക്കാൻ വന്ന തൃശ്ശൂരുകാരനെ സുരേഷ് ഗോപി അങ്ങ് പറത്തി എയറിൽ വിട്ടു. അതോടുകൂടി തൃശ്ശൂരുകാർ നിങ്ങൾ മനസ്സിലാക്കണം, ഇനിയിപ്പോൾ വോട്ട് കൊടുക്കണോ വേണ്ടേ. ഞാൻ വീണ്ടും വീണ്ടും പറയും, നിങ്ങൾ അയാൾക്ക് ചാകര കൊട്ടക്കണക്കിന് വോട്ട് മേടിച്ചു കൊടുക്കും, ഉറപ്പാ. എന്തെങ്കിലും വാലിഡായിട്ടുള്ളൊരു സാധനം കൊണ്ടുവരിക എന്നുള്ളത്. ഇപ്പോൾ അന്ന് സുരേഷ് ഗോപിൻ്റെ മകളുടെ കല്യാണ ദിവസം വേറെ കല്യാണങ്ങൾ മാറ്റി വെക്കുന്നുണ്ടോ, മാറ്റി വെച്ചോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നെങ്കിൽ ദേവസ്വം വന്നിട്ട് അത് ക്ലിയർ ചെയ്തു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാലിഡായിട്ടുള്ളൊരു സാധനം. ഇതൊന്നും അല്ല, ചുമ്മാ ഒന്ന് സെൽഫി എടുക്കാൻ വന്ന ആളെ തട്ടി നീക്കി എന്നൊക്കെ പറഞ്ഞ് മാടമ്പിത്തരം രാജാവ് എന്നൊക്കെ. കൊള്ളാം.